ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ വളരെ സിമ്പിൾ വീഡിയോ ആണ്. എന്നാൽ ഒരുപാട് അത്യാവശ്യ അറിവുകൾ അറിഞ്ഞിരിക്കേണ്ട വീഡിയോമാണ്. നമ്മൾ കട്ടർ സാധാരണ ഇലക്ട്രീഷ്യന്മാർ അതുപോലെ തന്നെ എല്ലാവരും തന്നെ കട്ടർ യൂസ് ചെയ്യുന്നതാണ്. കട്ടർ അല്ലെങ്കിൽ സാൻഡർ അതൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അത് പല വാട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡ്, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ബ്ലേഡിൻ്റെ ആണെങ്കിലും അത് മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് കട്ടർ റിവേഴ്സ് അടിച്ച് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കട്ടർ പിടിക്കേണ്ടത് ഈ അവസ്ഥയിലാണ് നമ്മൾ പിടിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ പിടിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ കട്ടർ കറങ്ങുന്ന പൊസിഷൻ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയാണെന്ന്. അതായത് മുകളിൽ നിന്ന് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷനിൽ പിടിക്കുമ്പോൾ മുകളിൽ നിന്ന് നേരെ താഴേക്കാണ് കട്ടർ കറങ്ങുന്നത്. അതായത് കട്ടറിൻ്റെ പൊസിഷൻ, കറങ്ങുന്ന പൊസിഷൻ എങ്ങനെയാണോ ആ പൊസിഷനിൽ നമുക്ക് കറക്റ്റായിട്ട് ആദ്യമേ അറിഞ്ഞിരിക്കണം. ആ പൊസിഷനിൽ തന്നെയായിരിക്കണം നമ്മുടെ ബ്ലേഡിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടും ഇടേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ബ്ലേഡിലും നമ്മൾ ഏത് കട്ടറിൻ്റെ ബ്ലേഡ് വാങ്ങിച്ചാലും, അതായത് കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഏത് വാങ്ങിച്ചാലും അതിൻ്റെ അകത്ത് എല്ലാ കട്ടിംഗ് ബ്ലേഡിലും അതിൻ്റെ ഒരു ആരോ മാർക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, ആ ആരോ മാർക്ക് കണ്ടോ. ഈ ആരോ മാർക്ക് കറക്റ്റായിട്ട് ആ കട്ടറിൻ്റെ പൊസിഷനിൽ തന്നെ ഇട്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടറിൻ്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ബ്ലേഡ് രണ്ട് രീതിയിൽ നമുക്കിടാം. പക്ഷേ ഈ രീതിയിൽ കറക്റ്റായിട്ട് പൊസിഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് വളരെ സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ്, അതായത് കട്ടർ എവിടെയെങ്കിലും നമ്മൾ കറക്റ്റ് പൊസിഷൻ ഈ പൊസിഷനിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ കട്ടർ റിവേഴ്സ് അടിച്ച് നമ്മുടെ മേത്തേക്ക് വരാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് വരാനും നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ലെവലിലേക്ക് റിവേഴ്സ് അടിച്ച് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പൊസിഷൻ, അതുപോലെ തന്നെ കട്ടറിൽ ശരിക്കും ആ ബ്ലേഡിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ കട്ടിങ് സ്മൂത്തായിട്ട് വളരെ ബലം കൊടുക്കാതെ പെട്ടെന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ കട്ടർ പിടിക്കുമ്പോൾ അതുപോലെ തന്നെ കട്ടർ പിടിക്കുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബലം കട്ടറിന് കൊടുക്കരുത്. കട്ടറിന് എത്ര ബലം നിങ്ങൾ കൊടുക്കുന്നോ അത്രയും റിവേഴ്സ് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മൾ വളരെ സ്മൂത്തായിട്ട് വേണം, വളരെ സിമ്പിളായിട്ട് വേണം കട്ടർ പിടിക്കാൻ. അത് കട്ടർ തെറിച്ചു പോകാത്ത രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിൽ വേണം കട്ടർ പിടിക്കാനായിട്ട്. കട്ടർ ഓവറായിട്ട് നമ്മൾ ബലം കൊടുത്ത് ഭിത്തിയുമോ അല്ലെങ്കിൽ കട്ടറിൽ കോൺക്രീറ്റിൽ നമ്മൾ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ടർ എന്തെങ്കിലും ചെറിയ ബ്ലോക്കോ കാര്യങ്ങളുണ്ടാകുന്ന സമയത്തിൽ എത്ര വാട്ട്സ് ആണുള്ളത് ആ വാട്ട്സിൻ്റെ സെയിം എഫക്റ്റ് തന്നെ നേരെ റിവേഴ്സ് അടിക്കും. ബ്ലോക്കായി കഴിയുമ്പോൾ നേരെ റിവേഴ്സ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ റിവേഴ്സ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഗാർഡ്, അതായത് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ഗാർഡ് ഉണ്ട്, ആ ഗാർഡ് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഗാർഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റി. കാരണം നമ്മൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ചീളുകൾ അതുപോലെ തന്നെ ചീള് പോലെയുള്ള പൊടികളായിരിക്കും അത് മേത്ത് തെറിക്കുന്ന കണ്ണിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ ഗാർഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന 4 ഇഞ്ചിൻ്റെ ബ്ലേഡുകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും 4 ഇഞ്ചിൻ്റെ ബ്ലേഡുകളാണ് കോമൺലി ഉപയോഗിക്കുന്നത്. 5 ഇഞ്ച് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചില ഇലക്ട്രീഷ്യന്മാർ നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. 5 ഇഞ്ച് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗാർഡ് നമ്മൾ കമ്പനി തന്നിരിക്കുന്ന ആ ഗാർഡ് മാറ്റിയതിന് ശേഷം നമ്മൾ ഗാർഡും ഇല്ലാതെയും കട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ സേഫ്റ്റി ആയിട്ട് ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗാർഡില്ലാതെ കട്ട് ചെയ്യുന്ന സമയത്ത് ഹൈ റിസ്ക്കിയാണ്, ഏകദേശം ഒരു 99% റിസ്ക്കാണ് ഗാർഡില്ലാതെ കട്ട് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല 5 ഇഞ്ചിൻ്റെ ഗാർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും നല്ലത് ഗാർഡ് ഇട്ട് കട്ട് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം സേഫ്റ്റി ഫസ്റ്റ് ആയിരിക്കണം. കാരണം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.